കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം എന്റെ 5-ാമത്തെ വാക്യം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തിബരിയസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ് ഹല്ലേലൂയ നാം വായിച്ചു കേട്ട ദൈവവചനം. പ്രൈസ്. മനുഷ്യരെ പിടിക്കുവാൻ വിളിക്കപ്പെട്ട ശിഷ്യന്മാർ വീണ്ടും മീൻപിടുത്തത്തിനായിട്ട് പോയി. പ്രൈസ്. മുമ്പുള്ള ജോലി മീൻപിടുത്തമായിരുന്നു. ആ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നാണ് കർത്താവരെ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയത്. മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റി യേശു തന്റെ കൂടെ 3.5 വർഷം കൊണ്ട് നടന്നു. 3.5 വർഷം കൊണ്ട് യേശു ക്രിസ്തു അവർക്ക് നൽകാവുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നൽകി. ഹല്ലേലൂയ. അദ്ദേഹം അവരെ നന്നായിട്ട് പഠിപ്പിച്ചു. ഹല്ലേലൂയ. രാത്രി മുഴുവൻ പ്രയത്നിച്ചിട്ടും ഒരു മീൻ പോലും പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ജീവിത സാഹചര്യത്തിൽ ഇരുന്നവരെയാണ് ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ പത്രോസിന്റെയൊക്കെ ജോലി പിന്മാറ്റത്തിലേക്ക് ചെല്ലുന്നവർക്ക് അനുഗ്രഹം എങ്ങനെ ലഭിക്കുമെന്ന് ചോദ്യം നിൽക്കുക. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഒരു 3.5 വർഷം ഉണ്ടായിരുന്നിട്ടും യേശു മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ അടക്കം ജീവിതത്തിൽ ഒരു താളപ്പിഴ. അവരെ പഴയ സ്വഭാവത്തിലേക്ക് പോവുക, പിന്മാറ്റത്തിലേക്ക്. ഹല്ലേലൂയ. ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസം വേർപെട്ട കൂട്ടം എന്നൊക്കെ പറയുന്ന പലരും പത്രോസിന്റെ സ്വഭാവമുള്ളവരാണ്. ഹല്ലേലൂയ. അവർ ദൈവസഭയിലേക്ക് കടന്നു വരും. യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിനെ അറിഞ്ഞ് ആമേ കടന്നു വരും. വന്നൊരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും എന്ത് ചെയ്യും? അവര് സഭയിൽ നിന്ന് പോയി പിന്നെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പത്രോസിനെ പോലെ ലാഭം ഉണ്ടാക്കുന്ന പണിക്ക് നടക്കുക. പത്രോസ് എന്ത് ചെയ്തു? യേശു മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പത്രോസ് ശിഷ്യന്മാരെയും വിളിച്ചു കൂട്ടത്തിൽ മീൻ പിടിക്കാൻ പോയി. അങ്ങനെ തിബരിയാസ് കടൽക്കരയിൽ തിബരിയാസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നെ കേൾക്കുന്ന പ്രശ്നികത, നീ ഒരു പിന്മാറ്റക്കാരനായി മാറിയ നിനക്ക് ഒരു നന്മയും കിട്ടത്തില്ല. നീ കർത്താവിനോട് കൂടെ നിൽക്കുന്നെങ്കിൽ, കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ, വിളിച്ച വിളിക്ക് യോഗ്യമാകും വണ്ണം നീ നടക്കുകയാണെങ്കിൽ, വിളിച്ചവന്റെ വേല ചെയ്യണമെന്നുള്ള ഉദ്ദേശമാണ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അല്ല, നീ പിന്മാറ്റത്തിൽ പത്രോസിനെ പോലെ പോയാൽ നിനക്ക് നന്മകൾ കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പിന്മാറ്റക്കാരന്മാരേക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഈ പിന്മാറ്റക്കാർ മടങ്ങി വരത്തില്ല. കാരണം അവർ ലോകമോഹങ്ങളിൽ വഴുതി വീണവരാ. അവരെ മടക്കിക്കൊണ്ടുവരില്ല പാടെ. ചിലരൊക്കെ മടങ്ങി വരും. വന്നാലും ചിലതൊക്കെ ആയുസ് തികയ്ക്കത്തില്ല, പിന്നെയും പോകും. ഇങ്ങനെ കെട്ടഴിഞ്ഞ് നടക്കുന്ന കാളയുടെ അല്ലെങ്കിൽ കന്നുകളുടെ കാര്യം പറഞ്ഞ പോലെ ഈ പിന്മാറ്റക്കാര്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? സ്തോത്രം. നിങ്ങളൊരു പിന്മാറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ പിന്മാറ്റക്കാരെല്ലാം ദൈവത്തെ കുറ്റം പറഞ്ഞു നടക്കും. പക്ഷെ പിന്നെ പത്രോസിന് അതൊന്നും പറഞ്ഞു നടന്നില്ല. ഹല്ലേലൂയ. എന്നാലും പത്രോസ് ഒരു പിന്മാറ്റക്കാരന്റെ അനുഭവത്തിലേക്ക് പോയെങ്കിലും പത്രോസിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു തന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് യേശുവിന്റെ കൂടെ നടക്കുന്നു, യേശു പത്രോസിന്റെ കൂടെ നടക്കുന്നു. അവർ ഒന്നിച്ച് നടക്കുന്ന സമയത്ത് പത്രോസ് ഒരു വാഗ്ദത്തം, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് മത്തായി 16 വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാഗ്ദത്തം ഉള്ളത് കൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ ഒരു താൽക്കാലിക പിന്മാറ്റം വന്നെങ്കിലും വാഗ്ദത്തം ദൈവത്തിന് നിറവേറണമല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും പിന്മാറ്റ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെ തേടി തിബരിയാസ് കടൽക്കരയിൽ ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പൊ തിബരിയാസ് കടൽക്കരയിൽ ചെന്ന പത്രോസിന് മടങ്ങി വരവ് ദൈവം കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളും മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ തലമുറ, ഹല്ലേലൂയ, ഈ തലമുറയിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. തലമുറയായി മീൻ പിടിക്കുന്ന, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശിഷ്യന്മാർ ആ രാത്രിയിൽ ഒരു മീൻ പോലും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പിടിച്ചില്ലെന്ന്. ഹല്ലേലൂയ. പിടിക്കാൻ അവർ കഴിഞ്ഞില്ല. യേശുവിനെ ഉപേക്ഷിച്ച് പിന്മാറിപ്പോയവർക്കെല്ലാം തോൽവിയും നഷ്ടവും, ഹല്ലേലൂയ, കഷ്ടവും പറ്റിപ്പുമാണ് സംഭവിക്കുന്നത്. അപ്പം യേശുവിനെ ഉപേക്ഷിച്ച് പോയി. യേശു മരിച്ച്
അടക്കപ്പെട്ട് കഴിഞ്ഞ് യേശുവിനെ ഉപേക്ഷിച്ച് പോയ പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർക്ക് അന്ന് രാത്രി മുഴുവൻ തോൽവിയായിരുന്നു. തോൽവി, നഷ്ടം, ഉറക്കളപ്പ്, അല്ലേറിയ കഷ്ടം, അല്ലേറിയ ആ പറ്റിപ്പ്, ഭയാനകമായ ഒരു രാത്രി. അവിടെയാണ് ദൈവം അവരിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം അത്ഭുതകരമായൊരു മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് വീണ്ടും ശിഷ്യന്മാർക്ക് ഒരു വലിയ നിയോഗം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ അല്ലെങ്കിൽ ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആമേൻ. ഈ പുസ്തകം അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷം 21:4 തൊട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലിയ പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അല്ലേലിയ, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പിന്നെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലേലിയ, യേശുടെ പടകിന്റെ വലത്ത് ഭാഗത്തു വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അല്ലേലിയ. നോക്കി, പിന്മാറിപ്പോയെങ്കിലും, പത്രോസും ശിഷ്യന്മാരും പിന്മാറിപ്പോയെങ്കിലും ദൈവത്തിന് അവരെക്കുറിച്ച് പദ്ധതികൾ ഉള്ളത് കൊണ്ട് ആ തിബരിയാസ് കടൽക്കരയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷമാകുകയാണ്. അവരുടെ രാത്രിയിലെ കഷ്ടപ്പാടുകളും പിറുപിറുപ്പും പറ്റിപ്പും അവരുടെ നഷ്ടങ്ങളും ഒക്കെ കണ്ടിട്ട്, ഉറക്കളപ്പും ഒക്കെ കണ്ടിട്ട് യേശു പറഞ്ഞു, പടകിന്റെ അല്ലെങ്കിൽ വലത്തു ഭാഗത്ത് വല വീശ്. അല്ലേലിയ. അങ്ങനെ അല്ലേലിയ യേശു പറഞ്ഞ വാക്ക് കേട്ട് പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശു പെരുത്ത മീൻകൂട്ടം അവർക്ക് കൊടുത്തു. അല്ലേലിയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നഹിത, നീ ദൈവത്തെ വിട്ട് അകന്നു പോയ വ്യക്തിയാണെങ്കിൽ നീ മടങ്ങി വന്ന് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, കർത്താവിന്റെ വാക്ക് കേൾക്കാൻ നീ തയ്യാറായാൽ, അല്ലേലിയ, പത്രോസിനെ കൂട്ടുകയും അമ്മ സമൃദ്ധിയായി പെരുത്ത കൂട്ടമായി മീൻകൂട്ടം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അല്ലേലിയ. അപ്പൊ ഇവിടെ എല്ലടി സ്തോത്രം. അല്ലേയ. അപ്പം ഇത് കർത്താവാകുന്നു എന്ന് പത്രോസ് കേട്ടിട്ട് എന്ത് ചെയ്തു? താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞു വല ഇഴച്ചുകൊണ്ട് ആ ചെറിയ പടകിൽ വന്നു. അല്ലേലിയ. അപ്പൊ ഈ യേശുവിന്റെ വാക്ക് കേട്ട് വല വീശി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ചെറിയ പടക് നിറയെ മീൻ കിട്ടി. അല്ലേലിയ. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാർ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. എങ്കിലും ഇവർ പിടിച്ച ആ മീനുമായിട്ട് ഇവർ കരയിൽ വന്നപ്പോൾ അല്ലേലിയ കനലിന്മേൽ എന്താണ്? അല്ലേലിയ കനലിന്മേൽ അപ്പവും അല്ലേലിയ ആമീൻ അല്ലേലിയ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. യേശു എത്ര നല്ലവനല്ലേ. ശിഷ്യന്മാർ പിന്മാറിപ്പോയിട്ടും ശിഷ്യന്മാരെ പട്ടിണിയാക്കാതെ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് പറയട്ടെ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ കരുതുന്ന, നീ പിന്മാറിപ്പോയാലും നിന്നെ അന്വേഷിച്ചു വരുന്ന ദൈവമുണ്ട്. നിന്റെ കഷ്ടതയുടെ നടുവിലേക്ക്, നിന്റെ ശോധനയുടെ നടുവിലേക്ക്, നിന്റെ സങ്കടങ്ങളുടെ നടുവിലേക്ക്, നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ അലച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ തഴയുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നിന്നെ അനാഥനായി വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നിന്നെ വീണ്ടും വിളിച്ച് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മടങ്ങി വന്ന് യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ചില ദൂതുകൾ നിങ്ങളോട് കൈമാറാം. ദൈവം നിങ്ങൾ ചിലരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ ഞെരുക്കത്തെ മാറ്റിയിട്ട്, നിന്റെ കഷ്ടതയെ മാറ്റിയിട്ട്, സങ്കടം മാറ്റിയിട്ട് ഒരു പെരുത്ത മീൻകൂട്ടത്തെ പത്രോസിനും കൂട്ടർക്കും പടകിൽ നിറച്ചു കൊടുത്തതുപോലെ ദൈവം നിന്റെ ആ ഞെരുക്കത്തെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ നാളുകളായി കഷ്ടം സഹിക്കുന്നു, വേദനപ്പെടുന്നു, നൊമ്പരപ്പെടുന്നു. ജീവിതത്തിൽ ചില നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി രാവുകളില്ലാതെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ചില മറുപടി ദൈവം തരാൻ പോവുകയാണ്. 4-ാം സംഗീതത്തിൽ 1-2 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം അറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയെന്ന് കാണുന്നുണ്ടല്ലോ അവിടെ. അതെ, നീ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീതിമാനായ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആമേ, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെല്ലാം ദൈവം ക്ഷമിച്ചിട്ട് നിന്റെ ഞെരുക്കത്തെ മാറ്റി നിനക്കൊരു വലിയ വിശാലത വരുവാൻ ആമേ ദൈവം ആഗ്രഹിക്കുക. അതെ, പത്രോസിന്റെയും കൂടെയുള്ളവരുടെയും ഞെരുക്ക
ഞെരുക്കത്തെ മാറ്റി ഒരു വലിയ വിശാലതയെ കൊടുത്ത് നല്ല തമ്പുരാൻ നമുക്കുണ്ട്. അല്ലേ, അവന്റെ പേരാണ് യേശു. യേശു ആര് എന്ന് പലരും ചോദിക്കാറുണ്ട്. യേശു ആര്? പലരും പറഞ്ഞു യേശു ഒരു പ്രവാചകൻ. യേശു ഒരു പ്രവാചകനൊക്കെ തന്നെയാണ്. പക്ഷേ യേശു സൃഷ്ടാവാണ്. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി സ്വർഗ മഹിമകളെ വിടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവനാ. അവൻ വചനമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആദ്യം വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നൊക്കെ വായിച്ചിട്ട് 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്ന്, ആ വചനമാണ് ജഡമായി തീർന്ന് കൃപയിൽ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ 33 തിരുവയസ്സ് വരെ ജീവിച്ചതും 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ യോർദാനിൽ സ്നാനപ്പെട്ട് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം കഴിഞ്ഞ് പിശാചിന്റെ പരീക്ഷയിൽ ജയാളിയായ കർത്താവ് 3.5 വർഷം പരിശുദ്ധ ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവരെ അനുഗ്രഹിച്ചെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഹല്ലേലൂയ. അവൻ ദൈവം തന്നെയാണ്. യേശു ആരെന്ന് ചോദിക്കും. ഞങ്ങൾ പറഞ്ഞവൻ ദൈവമാണ്, അവൻ സൃഷ്ടാവാണ്. അവൻ ഒരു പ്രവാചകൻ മാത്രമല്ല, സൃഷ്ടാവാണ്. ഈ കാണുന്ന മുഴു ലോകത്തിന് സൃഷ്ടാവാണ്. ഈ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളുടെ സൃഷ്ടാവാണ്. 7 വൻകരയുടെ 7 വൻകടലിന്റെ അധിപനാണ് ഇവൻ. ഈ സകലത്തെ സൃഷ്ടിച്ചവനാണ്. അണ്ടകടാകങ്ങളെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, പ്രകൃതിയിൽ നിലനിൽക്കുന്ന വൃക്ഷലതാദികളെ അതതിൻ്റെതായ മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് നമുക്ക് മുമ്പിൽ കൺമുമ്പിൽ കുളിർമയോടെ നിർത്തുന്ന അതുങ്ങൾക്ക് വേണ്ടും നമുക്ക് വേണ്ടുന്ന വെയിലും വെളിച്ചവും നൽകുന്നവൻ, ചൂട് നൽകുന്നവൻ, രാത്രിയും പകലും തരുന്നവൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്ന ഓക്സിജനെ നൽകുന്നവൻ, നമുക്ക് വേണ്ടുന്ന മഴയെ തരുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിക്കും അതതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന യേശു കർത്താവ് സൃഷ്ടാവ് തന്നെ. ഇനി നിങ്ങൾ അല്ലെന്ന് വാദിക്കാൻ ശ്രമിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നില്ല. ഞാൻ സത്യവേദ പുസ്തകം പഠിച്ചപ്പോൾ യേശു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇനി അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി അങ്ങനെ നടക്കട്ടെ. പക്ഷെ എന്റെ ജോലി എന്ന് പറയുമ്പോൾ യേശു ദൈവമാണെന്ന് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. ഫിലിപ്പിലേഖനം 2:5 തൊട്ട് താഴോട്ട് വായിച്ചാലും കാണാം. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്നു എന്ന ശ്രോതാവി പറയുന്നത്. എന്തിന്? നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ ഞെരുക്കത്തെ മാറ്റി നിന്നെ വിശാലതയ്ക്ക് കൊണ്ടുവരുവാൻ, നിന്റെ പിന്മാറ്റം നിന്നെ വിടുവിച്ചു കൊണ്ടുവരുവാൻ യേശു നിനക്ക് വേണ്ടിയാ ജനിച്ചത്, മരിച്ചത്, ഉയർത്തത്, പുനരുത്ഥാനം ചെയ്തത്. ഹല്ലേലൂയ. സ്വർഗ്ഗാരോഹണം ചെയ്തിന് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിന്റെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതകരമായി മീൻപിടുത്തം. ഹല്ലേലൂയ. അപ്പം കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ചത് മീൻ ചെറുത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞാൽ പിന്നെ യേശുവിന്റെ വാക്കിന് കേട്ടാണ് മീനകത്ത് മീൻ പിടിച്ച് വല നിറയുന്നെങ്കിൽ ആ വലയൊന്നും കീറത്തില്ല. യേശു പറഞ്ഞ വാക്കിനാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ ചിലപ്പം കഠിന പ്രയത്നം കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയും, പക്ഷെ യേശുവിന്റെ വാക്കിന് വിലയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കണ്ട് യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞതിനാൽ ശിഷ്യന്മാരിൽ ഒരുത്തിനും നീ ആരാണെന്ന് അവരോട് ചോദിപ്പാൻ തുനിയില്ല. യേശു പറയാം, നിങ്ങൾ പ്രാതൽ കഴിച്ചു, ഞാൻ നിങ്ങളിൽ അല്പനേരം മാത്രമേ മാറുന്നിട്ട് 3 ദിവസം 3 രാവും പകലും എന്നെ 3 രാവും പകലും കാണാതിരുന്നതൊക്കെ 3.5 വർഷം എന്നോട് കൂടെ നടന്നു. 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നവർ 3 ദിവസം യേശുവിനെ കാണാതെ വന്നപ്പോൾ ഓർത്തു നോക്കി. 3 ദിവസം യേശുവിനെ കാണാതെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പിന്മാറ്റത്തിൽ പഴയ പടിക്ക് പോയി. അല്ലേ? അപ്പൊ അവരുടെ ആ രാത്രിയിലെ കഷ്ടപ്പാട് മുഴുവൻ പിന്മാറ്റക്കാനായിരിക്കുന്ന ഒത്തനത്തിൽ ആ രാത്രിയിലെ കഷ്ടപ്പാടുകൾ മുഴുവൻ ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കരയ്ക്ക് വന്ന് അവരെക്കാണ് അവരുടെ വലിയ അത്ഭുതം അടച്ച് വലിയ പെരുത്ത മീൻകൂട്ടത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കരയ്ക്ക് വന്നപ്പോൾ കർത്താവ് പറയാ, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളിന്. അതാണ് ശിഷ്യന്മാർ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവൻ. അല്ലെ? നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണെന്ന്. അപ്പൊ ഇവിടെ ശിഷ്യന്മാർ കടലിൽ കഷ്ടപ്പെട്ട് കണ്ണുനീർ കുടിക്കുമ്പോൾ കർത്താവ് അതും നോക്കി കരയിൽ നിൽക്കുകയായിരുന്നു. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ആഹാരത്തിനുള്ള വകം വല്ലതും ഉണ്ടോ എന്നാണ്.
ലേലിയ. അപ്പൊ ഈ കടലിൽ ഈ രാത്രിയിൽ പത്രോസ് അടക്കമുള്ള ആമി ശിഷ്യന്മാർ ഈ കടലിൽ വല വീശുന്നതും വലയുന്നതും, അവർ രാത്രിയിൽ കടൽ ഉറക്കം ഉണ്ടാകുന്നു, ഉറക്കം കയറുന്നതും, അവർ ക്ഷീണിതരായി മാറുന്നതും, പല തവണ വല വീശിയിട്ട് ചൂണ്ടയിട്ടിട്ട് ഒന്നും കിട്ടാതെ വളരെ നിരാശരായിരിക്കുന്ന ഈ പടകിലിരിക്കുന്ന പത്രോസിനെ കൂടെയുള്ളൊരു യേശു നോക്കി നിൽക്കുക. യേശുവിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കാണും, ഞാനിവരിന്ന് അല്പം മാത്രമേ മാറിയുള്ളൂ, പക്ഷെ എന്നെ വിട്ടുപോയിട്ട് രാത്രി അവർക്കൊന്നും കിട്ടില്ലെങ്കിൽ ഞാൻ അവരെ അനാഥനായി വിടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പിന്നത്തെ എഴുതി വെച്ചത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ട ഒരു ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതാകിൽ നിങ്ങളെ സകയിലെ ചിന്താകുലും അന്മേൽ ഇട്ടുകൊള്ളുവിന്ന്. 1 പത്രോസ് ലേഖനം 5:6-7 വാക്യങ്ങൾ പത്രോസ് എഴുതാൻ കാരണം തന്റെ അനുഭവം കൂടെ കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരണം. നീ പിന്മാറ്റക്കാരനാണോ? പിന്മാറ്റത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? നീ മടങ്ങി വന്നാൽ ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് നിറച്ച് അനുഗ്രഹിക്കുമെന്ന് രക്തം ചെയ്യും കരപിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില കുടുംബങ്ങളൊക്കെ ദൈവം പണിയാൻ ആഗ്രഹിക്കുക, ചില കുടുംബങ്ങളുടെ കഷ്ടത ദൈവം മാറ്റാൻ, കണ്ണുനീര് മാറ്റാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം മറുപടി തന്നെ നൽകി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ പ്രാർത്ഥിച്ചിട്ടും നീ നിരാശനായി, നീ ചില പിറുപിറുപ്പോടുകൂടി മാറി നിൽക്കുന്നത് യേശു കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി നമ്മുടെ പഴയ പണിക്ക് പോയേക്കാം, നമുക്ക് ആ പഴയ സ്ഥാനത്തേക്ക് തന്നെ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ കുടുംബം കൂടെ, നീ നിന്റെ സുഹൃത്തുക്കൊണ്ട് ആലോചിക്കുമ്പോൾ, തിബിരിയാസ് കടൽക്കരയിൽ യേശു പത്രോസിനെയും കൂട്ടി നോക്കി നിൽക്കുന്ന പോലെ നിങ്ങളെ നോക്കി നിൽക്കുക. അതെ, നിങ്ങൾ യേശുവിനെ കാണാൻ കഴിയുന്നെങ്കിൽ, യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അവൻ നിന്നെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുമെന്നേ. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ഒരു സ്തോത്രം, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നുള്ള ചോദ്യം, ആഹാരത്തിന് വല്ല വകയും ഉണ്ടോ എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കും, വലത്തുഭാഗത്ത് വീശുവിൻ എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് എന്നൊന്നും അവർക്ക് ചോദിക്കാൻ തോന്നിയില്ല. കരയ്ക്ക് നിന്ന് ഒരാൾ പറയുക, പത്രോസേ, ആ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് നീ വല വീശുകയെ. അപ്പൊ അത് കേട്ടപ്പോ ആരാന്നൊന്നും ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം കരയിൽ നിന്ന് ആരോ ഇവരോട് പറഞ്ഞു. അത് ആരാ എന്നൊന്നും പത്രോസിനെ ചോദിക്കാൻ സമയം കിട്ടിയില്ല, തോന്നിയുമില്ല. കാരണം ഹല്ലേലൂയ, ആജ്ഞ ആ നിലയിലുള്ളതായിരുന്നു. ആ കൽപ്പന ആ നിലയിലുള്ളതായിരുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ കടപ്പുറത്തൊക്കെ ഒരുപാട് പോകാറുള്ള ആളാണ്. ഒരുപാട് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും കടപ്പുറത്ത് പോകാറുണ്ടെന്നാണ് തോന്നുന്നത്. അപൂർവം ദിവസം മാത്രം ഒഴിവാകും. അപ്പൊ ഞാൻ ഒരുപാട് മീൻ പിടിച്ചു വരുന്നവരൊക്കെ സംസാരിക്കാറുണ്ട്, വല്ലതും കിട്ടിയോ എന്നൊക്കെ. ഞാൻ അവരിപ്പോൾ ഒരുപാട് കാണുകയൊക്കെ ചെയ്യാറ്. പലരുടെയും മുഖം വാടിയ മുഖമാണ്. പെട്രോൾ അടിച്ചൊക്കെ പോയിട്ട് പകൽ മുഴുവൻ കടലിൽ കിടന്നിട്ട് ഒന്നുമില്ലാതെ വരുന്നവരുണ്ട്. ചിലപ്പം ചെറിയ കൂട്ടമായിട്ടൊക്കെ വരുന്നവരുണ്ട്. അവർക്ക് ഒരുപാട് സങ്കടമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ അവരോട്, നിങ്ങൾ വലയുന്ന മുകൾ പടകിലേക്ക് നിങ്ങൾ പോയെന്ന് കിട്ടണം, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കത്തില്ല. അല്ല, നമ്മൾ യേശുവൊന്നും അല്ല. പക്ഷേ ഇവിടെ തിബിരിയാസ് കടൽക്കരയിൽ നിൽക്കുന്ന യേശു പറഞ്ഞ ആജ്ഞ, ആ കൽപ്പന അത്ര ഭയങ്കരമായിരുന്നു. ആ ഭയങ്കരമായ ആജ്ഞ, അതിന്റെ ശബ്ദം, അതിന്റെ ആ മുഴക്കോട് ഹൃദയങ്ങളിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് അനുസരിച്ചേ മതിയാകുള്ളൂ. യേശുവാണോ ആരാണോ എന്നൊന്നും ചോദിക്കാൻ സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ ആജ്ഞയ്ക്ക് അവർ ചെവി കൊടുത്തു. പത്രോസ് നഗ്നനായിരുന്നു എന്ന് പറഞ്ഞാൽ അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനും പലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ? ഞാൻ സംശയങ്ങൾക്ക് സാറിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാർ പറയും, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ചാടുമ്പോൾ ചില ഇന്നത്തെ കാലത്തൊക്കെ സോക്സ് ഒക്കെ ഇട്ട് അല്ല ചാടുന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ ട്രൗസറൊക്കെ ഇട്ട് ചാടുന്നവരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ എല്ലാവരും നമ്മൾ ഇട്ടിരിക്കുന്ന പാൻറ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മുണ്ടെടുത്തുകൊണ്ടോ സാരി എടുത്തുകൊണ്ടോ ഒന്നും പെട്ടെന്ന് എല്ലാവരും വെള്ളത്തിൽ ചാടാൻ കഴിയില്ല. അവർ വെള്ളത്തിൽ ചാടാൻ വരികയാണെങ്കിൽ അവരതിനുള്ള, അല്ലെങ്കിൽ പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അതിനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ പത്രോസും മുണ്ടെടുത്തിട്ടില്ല, അടിവസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന വഞ്ചി അഥവാ പടക് അല്പം അല്ലെങ്കിൽ സ്തോത്രം ദൂരത്തിലായിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വെള്ളെഴുത്ത് തുടങ്ങിയിരുന്നു എന്ന് കരുതുന്ന പത്രോസിന് കർത്താവിനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ പടക് അല്പം ദൂരത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ വെള്ളെഴുത്ത് തുടങ്ങിയിരുന്നു എന്ന് കരുതുന്ന പത്രോസിന് കർത്താവിനെ അങ്ങോട്ട് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല.
അല്ലേ? വളരെ ദൂരത്തിലാണ്. അപ്പൊ ഈ ശബ്ദം കേട്ടതേ ഉള്ളൂ. അപ്പൊ ആ പടകിലിരുന്ന് നോക്കിയിട്ട് ദൂരത്ത് പരയിൽ നിൽക്കുന്ന കർത്താവിനെ കാണാൻ കഴിച്ചു. ഒരു പക്ഷേ വെള്ളെഴുത്ത് പത്രോസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്ന ചില ചരിത്രം പറയുന്നു. പറഞ്ഞപോലെ നിങ്ങളുടെ കണ്ണിന് വെള്ളെഴുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് യേശുവിനെ കാണാൻ കഴിയില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, പക്ഷെ കർത്താവിന്റെ അരികിൽ ആദ്യം എത്തിയത് പത്രോസ് തന്നെയാണ്. ഇവൻ വെള്ളത്തിൽ ചാടിയെങ്കിലും ആദ്യം കർത്താവിന്റെ അരികിൽ എത്തുന്നതും പത്രോസ് തന്നെയാണ്. ഹല്ലേലൂയ. പത്രോസ് ആകുന്നു. അവിശ്വാസവും അനുസരണക്കേടും കാണിച്ച് ശിഷ്യന്മാരുടെ കർത്താവ് എത്ര സ്നേഹ മനസ്സോടുകൂടിയാണ് പെരുമാറുന്നത്. പത്രോസും കൂടുതലും ശിഷ്യന്മാരും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, പിന്മാറ്റത്തിലേക്ക് പോവുക. ഹല്ലേലൂയ. അനുസരണക്കേടും ഹല്ലേലൂയ സ്തോത്രം അവിശ്വാസം കാണിച്ചിട്ടും അവരെ തള്ളിക്കളയാതെ അവരെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നീ എത്രയോ പ്രാവശ്യം നിന്റെ ഉള്ളിൽ അവിശ്വാസം വന്നിട്ടുണ്ട്. യേശു പറഞ്ഞ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ നീ അവിശ്വസിച്ചിട്ടുണ്ട്. എപ്പോഴെല്ലാം നീ യേശുവിനോട് അനുസരണക്കേട് കാണിച്ചിരുന്നു. പലപ്പോഴും അനുസരണക്കേട് കാണിച്ചിട്ടില്ലേ? നിന്റെ ഉള്ളിൽ അവിശ്വാസം വന്നിട്ടില്ലേ? പലപ്പോഴും നീ ഇനി പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് നീ മാറിയിരുന്നിട്ടില്ലേ? എന്നാലും നിന്നെ സ്നേഹിച്ചത് ഓർക്കണം. അല്ലേ? ചിലരൊക്കെ അങ്ങനെ ഞായറാഴ്ച ഇന്ന് പോകണ്ടെന്നേ, ഇന്നും അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ചിലരാണെങ്കിൽ പള്ളി വരത്തില്ല. എന്താ പറയുക, എന്തെങ്കിലും തട്ടാമുട്ടി പറഞ്ഞ് ഒഴിവാകും. ഈ വീട്ടിൽ കുഞ്ഞുണ്ട്, പാല് കുട്ടിക്കുന്നുണ്ട്, മരുമോനുണ്ട്, ഇന്ന് ബന്ധുക്കൾ വരും, ഒരു കല്യാണമുണ്ട്, കീർത്താമസമുണ്ട്, എന്തെല്ലാം തട്ടാമുട്ടി ഉപാധികൾ പറഞ്ഞ് തന്ത്രങ്ങൾ പറഞ്ഞ ഈ പത്രോസിനെ പോലെ പലരും അവിശ്വാസത്തിലാണ്, അനുസരണക്കേടാ. എന്നിട്ടും കർത്താവ് നിന്നെ സ്നേഹിച്ചതോർത്താൽ അവന്റെ കൂട്ടായ്മ നീ മുടക്കരുത്. പ്രൈസലോടലിയ. നീ ഒരു കൂട്ടായ്മ മുടക്കുമ്പോൾ നീ ഒരു പിന്മാറ്റക്കാരനാണ്, ഒരു പിന്മാറ്റക്കാരിയാണ്. വിശുദ്ധ സമായോഗത്തെ മുടക്കുന്ന ഒരു വ്യക്തി പിന്മാറ്റക്കാരനാണ്. നിനക്ക് കാരണങ്ങൾ ഒരുപാട് കാണും, പക്ഷെ സ്വർഗം അതൊന്നും സ്വീകരിക്കുന്നില്ല. അല്ലേ? അതിനെ കാണുന്നത് പിന്മാറ്റക്കാരനായിട്ടാണ്. നിനക്ക് മടങ്ങി വരാതെയും അവസരം നീ പിന്നെ പിന്മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പത്രോസിനൊക്കെ ഈ പെരുത്ത മീൻകൂട്ടം കൊടുത്തത് എന്തിനാണെന്നറിയോ? പിന്നെ അവരുടെ അവിശ്വാസവും ഹല്ലേലൂയ അനുസരണക്കേടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് യേശു പത്രോസ് പറഞ്ഞ വാഗ്ദത്തം നിറവേറണമെങ്കിൽ പത്രോസിനെ ദൈവം അങ്ങ് സ്നേഹിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് മനസ്സുണ്ടായ ഇപ്പോൾ പിടിച്ച മീൻ കൂടെ ചിലത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ക്രമീകരിക്കുന്നത് അവരുടെ സഹകരണം കൂടി കർത്താവ് ആഗ്രഹിക്കുക. കരയ്ക്ക് ഇവർക്ക് കനമേൽ ചുട്ട അലരിയ അപ്പവും മീനും ഉണ്ട്. പക്ഷെ യേശു ഇപ്പോൾ പിടിച്ച ചില മീനുകളെ കൊണ്ടുവരാൻ പറഞ്ഞത് അവരുടെ സഹകരണം കൂടെ കർത്താവിന് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്, പക്ഷെ നീ എൻ്റെ അരികിലേക്ക് നിന്റെ സഹകരണം കൂടെ എനിക്ക് ആവശ്യമാണ്. അത് നമ്മൾ കർത്താവിലേക്ക് ചെല്ലുമ്പോഴാണ് കർത്താവ് നമ്മളിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായി 6:33, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അല്ലേ? അത് നമ്മൾ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ 153 മീൻ, അല്ലയോ 153 വലിയ മീൻ ഗലീല കടലിലെ 153 തരം വലിയ മീനുകളായിരുന്നുവെന്ന് എന്നാ പറയുന്നത്. 153 മീനുകൾ എന്ന് പറയുമ്പോൾ ഗലീല കടലിലെ 153 തരം മീനാ. അല്ലേരിയ. എല്ലാം ഒരു സൈസ് മീനല്ല. നമുക്കറിയാം, കടലിൽ ചെന്ന് മീൻ അയലയുണ്ട്, മത്തിയുണ്ട്, കുടുതയുണ്ട്, പിന്നെ ഈ കിളിമീനുണ്ട്, ഒരുപാട് പേരിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ 153 തരത്തിലുള്ള മീനുകളാണ് ഈ വരയിൽ വന്ന് കയറിയത്. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ എല്ലാ ജാതികളിലും കർത്താവിലേക്ക് ചേർക്കുവാൻ അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് യേശു അവർക്കൊരു വെളിപ്പാട്, ഒരു ദർശനം കൊടുക്കുകയാണ്. 153 ലോകത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ജാതികളെ എല്ലാം കർത്താവിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കടലിലെ 153 തരം മീനുകളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ യേശു വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ സമയത്ത്, ഹല്ലേലൂയ,
ആമേ സ്തോത്രം. കൊർന്നലിയോസിനുള്ള ദർശനത്തിലുള്ള ബന്ധത്തിലും പത്രോസിന്റെ ദർശന ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവന്റെ തുപ്പട്ടി പോലെ കിട്ടിയ 4 കൂണ് കിട്ടിയ പാത്രത്തിൽ ഭൂമിയിലെ സകല നാൽക്കാലികളെ എല്ലാം ചേർത്ത് ഒരു വലിയ ദർശനം കണ്ടെന്ന് വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സകല ജാതികളിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞവരെ ഈ 153 മീനെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകല ജാതികൾക്കും നമ്മൾ സുവിശേഷം പറയാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. അവരെല്ലാം ചേർത്ത് പിടിക്കണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ചേർക്കണം, അവരെ ചുമതലപ്പെടുത്തേണ്ട തെളിവാണത്. അലക്സാണ്ട്രിയയിലെ സിറിൽ എന്ന സഭാപിതാവ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എല്ലാ ജാതികളും ഉൾക്കൊള്ളുന്ന സഭയാണ് ഹല്ലേലൂയ ദൈവം സ്നേഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് എല്ലാ ജാതികളും ഉണ്ടായിരിക്കണം. ഇന്നത്തെ പോലെ കറുത്തവന്റെ സഭ, വെളുത്തവന്റെ സഭ, സവർണന്റെ സഭ, എന്തൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് കറുത്തവരെ ഇവിടെ മുട്ടിയിരിക്കാൻ പാട്. കറുത്തവനോട് സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ പോകാൻ ഭയങ്കര മടി. വലിയ മട്ടുപ്പാവും വലിയ ബംഗ്ലാവും ഇല്ലാത്തതിന് വീട്ടിൽ പോകാൻ വേണ്ടി, നല്ല വസ്ത്രം ധരിക്കാതെ വേണ്ടി പോകാൻ വേണ്ടി, അങ്ങനെ ഇന്നത്തെ ഒരു അവഗണനയുണ്ട് വിശ്വാസത്തിനകത്ത്. ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതം ഒരു അവഗണനയുണ്ട്. ക്രൈസ്തവരുടെ എല്ലാ വിഭാഗത്തിലുണ്ട് അവഗണന എന്ന് പറഞ്ഞാൽ വലിയൊരു ചെറിയൊരു സഭ, കർത്തവന്റെ വെളുത്തവന്റെ സഭ, കർത്തവന്റെ പാസ്റ്റർ, വെളുത്തവന്റെ പാസ്റ്റർ, കർത്തവന്റെ അച്ഛൻ, വെളുത്തവന്റെ അച്ഛൻ, സവർണന്റെ ചില അച്ഛന്മാരുണ്ട്, ചില പാസ്റ്റർമാരുണ്ട്. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും. നമ്മളങ്ങനെ അവരുടെ വീട്ടിൽ പോകുന്നേ, നമ്മളങ്ങനെ അവരുടെ വീട്ടിൽ പോകും. നമ്മളങ്ങോട്ട് പോകുന്നു, അവരെയാണ് ഇങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. നമുക്ക് അവരുടെ വീട്ടിൽ പോകാൻ നമുക്ക് അതിൻ്റെ യോഗ്യം. നമ്മൾ അവരുടെ വീട്ടിൽ പോകാൻ നമ്മളാരാ? നമ്മൾ എൻ്റെ കുടുംബത്തിലെയാ എന്നൊക്കെ പറയുന്ന അനവധി ആളുകൾ ചെയ്ത കർത്താവ് ഈ കടലിലെ 153 വിവിധ തരത്തിലുള്ള മത്സ്യത്തെ പിടിച്ച് ആ വലയിൽ കൊണ്ട് കാണിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഭൂലോകത്തിലേക്ക് അയക്കുമ്പോൾ സകല ജാതി മതസ്ഥരിൽ നിന്റെ നാനാ ജാതിയിൽപ്പെട്ടവർ വരും. അവരെ നീ വ്യത്യസ്തമായ കണ്ണുകൾ കൊണ്ട് കാണാതെ, അവരെ വ്യത്യസ്തമായ രൂപത്തെ നോക്കാതെ, മതം ചോദിക്കാതെ, ജാതി ചോദിക്കാതെ, നിറം ചോദിക്കാതെ, സൗന്ദര്യം നോക്കാതെ, അവരുടെ പാരമ്പര്യം നോക്കാതെ, അവരെ നീ അളന്ന് നോക്കാതെ, ഹല്ലേലൂയ, നീ അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അതൊരു തെളിവാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ രീതി. എന്നിട്ട് ചിലരൊക്കെ ഒന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ രക്ഷിക്കപ്പെട്ടൊക്കെ ബൈബിൾ കോളേജിലേക്ക് പോയി. എനിക്ക് രക്ഷിക്കപ്പെട്ട് ബൈബിൾ കോളേജിലൊക്കെ പോയപ്പോൾ വലിയ യേശുവിനെ നന്നായിട്ട് അറിഞ്ഞു. ഞാനൊരു പാപി എന്നാണ് രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പോയി 2 വർഷമൊക്കെ 1.5 വർഷം പഠിച്ച്, ആദ്യത്തെ ആ കാലഘട്ടത്തിൽ പഠിച്ച് എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് വന്നു. രക്ഷിക്കപ്പെട്ട സഭയിൽ വന്നപ്പോൾ ഞാൻ ഈ പഠിച്ച സമയത്ത് ആൾക്കാരും സഭയെ എന്നെ പഠിപ്പിച്ചിട്ട് പോയി, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സഭയാണ് മാതൃസഭ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് കത്തോലിക്ക പള്ളിയിലുള്ളവരാണ്, കത്തോലിക്ക പള്ളിയാണ് നിങ്ങളുടെ മാതൃസഭ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പൊക്കെ ഇരുന്നേ. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സാധനം പറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെടുന്നവരാണ്, വീണ്ടും ജന്മം പ്രാപിച്ചു വരുന്ന നമ്മുടെ മാതൃസഭ എന്ന് പറയും. അപ്പൊ ഞാനൊന്ന് വിശ്വസിച്ചു കേട്ടോ. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ട സഭയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് എന്റെ മാതൃസഭയില് ഒരു നിമിഷം വന്ന ഒരു സാക്ഷ്യം പറയുക, തിരുവചനം പറയുക അവസരം തന്നു. ഞാനൊന്ന് പറഞ്ഞു കേട്ടോ. സഭായോഗം കഴിഞ്ഞപ്പോഴത്തേനും ആ സഭയിലുണ്ടെന്ന് ഒരു സഹോദരൻ അങ്ങോട്ട് എഴുതിയിട്ടു. മാതൃസഭയ്ക്കകത്ത് വന്നിരിക്കുന്നു പറഞ്ഞ് എന്ത് പ്രശ്നം, ഒരു 1.5 മാസം പ്രശ്നം തിന്ന അവസാനം എന്നെ തല്ലാനൊക്കെ ഒരുങ്ങി. ഹല്ലേലൂയ. എന്നെ പിന്നെ അതിനകത്തൊരു ഇടം മധ്യസ്ഥ വെച്ചപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന ഒരു പാസ്റ്ററുണ്ട്, മനുപാസ്റ്റർ കപ്പാൻകുട്ടി. ആ മനുപാസ്റ്റർ അതിനകത്ത് മധ്യസ്ഥത. എനിക്ക് വലിയ അറിവൊന്നുമില്ല, കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പറഞ്ഞു കേട്ട് മാതൃസഭ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല, കാരണം ഞാൻ അവരുടെ അത്രയും വലിയ പുള്ളിയൊന്നുമല്ല. അവരുടെ കഴിവോ പ്രാപ്തിയോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ പണമോ ഒന്നും എനിക്കില്ല. അല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് ഞാനാ പറഞ്ഞെന്ന് മാതൃക. എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയോ. എന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുമ്പനാട് 2 or 3 കൺവെൻഷൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു. അവിടെ വെച്ചെല്ലത്തേക്കിന് ഭയങ്കര തീരെ പറഞ്ഞു മനുഷ്യൻ. അല്ലേ, ഞാൻ പിന്നെ എന്ന് വെച്ചാൽ മാതൃസഭ എന്ന് പറയത്തില്ല കേട്ടോ, പേടിയെ. കാരണം മാതൃസഭ എന്ന് പറഞ്ഞാൽ ഇവിടെ അടി കിട്ടി എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇന്ന് സഭയ്ക്കകത്തുണ്ടെന്നേ. അങ്ങനെയുള്ള വെറും ക്രൂരന്മാരായിരിക്കുന്ന പിന്നീട് ആ പുള്ളി സഭയുടെ മാസമൊക്കെ ആയെന്നാ പറഞ്ഞത് കേട്ടല്ലേ. പാസ്സായിരുന്നു, പക്ഷെ ഇവനൊക്കെയാണോ മാസം ഞാൻ ചിന്തിക്കാറ്. എനിക്ക് ഇനി മാതൃസഭ എന്ന് പറഞ്ഞ് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നെ പറഞ്ഞ് മനസ്സിലായി. പാസ്റ്റേ അല്ലേ സഹോദര, നിന്റെ മാതൃസഭ ഇതൊന്നും നീ മുമ്പായിരുന്ന മാതൃസഭ, ഇവിടെ നീ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഉൾക്കൊള്ളും.
പക്ഷെ ഞാനത് കഴിഞ്ഞ മാസം നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സകല നാനാവിധ ജാതിയിൽ നിന്നുള്ളവനെയും ചേർത്ത് പിടിച്ച് അവനെ ഒരുപോലെ കൊണ്ടുപോകണം. ദൈവത്തിന് മുഖപക്ഷമില്ല. അവരോട് മുഖപക്ഷം കാണിക്കാതിരിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ കോർണലിയോസിന്റെ ഭവനത്തിലേക്ക് അയച്ചത്. അല്ലെങ്കിൽ കോർണലിയോസ് ഒരു യഹൂദനല്ലാതിരിക്കുക, അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ പ്രാർത്ഥന നടന്നു അവന്റെ പ്രവൃത്തിയൊക്കെ കണ്ട ദൈവം കൊർണലിയോസിന്റെ ഭവനക്കാരുടെ വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, അവരെ നേടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? യഹൂദനായിരിക്കുന്ന പത്രോസിനെ സ്തോത്രം എന്ത് ചെയ്തു? കൊർണലിയോസിന്റെ ഭവനത്തിലേക്ക് അയക്കുക. അത് സ്നേഹിത, ജാതിക്കല്ല പ്രാധാന്യം കേട്ടോ. യേശുവിനാ. നമ്മളിപ്പോ വെളിപ്പാട് പുസ്തകം സകല ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്നാണ് വചനം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇവിടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഈ സംഭവം നടന്നു കഴിഞ്ഞ് 50-ലധികം വർഷമായിട്ടും യോഹന്നാൻ ഇത് എഴുതുമ്പോഴും ദൃക്സാക്ഷി എന്ന നിലയിലുള്ള വിവരണം ഇത് ചെറുതായി പോയി എന്ന് നോക്കുക. ചെറുതായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നടന്നിട്ട്, ഈ സംഭവം നടന്നിട്ട് 50 വർഷം കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നു കഴിഞ്ഞ് 50-ലധികം വർഷമായിട്ട് യോഹന്നാൻ ഇത് എഴുതുമ്പോഴും ദൃക്സാക്ഷി എന്ന നിലയിലുള്ള വിവരണം എത്ര ഭംഗിയായിരിക്കുന്നു. ദൃക്സാക്ഷി എന്ന നിലയിൽ എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആഹാരത്തിനായി അധ്വാനിക്കുവാൻ പോയവരെ ആഹാരവുമായി കാത്തു നിൽക്കുന്ന കർത്താവ്, വീട് പുലർത്തുവാൻ വേണ്ടി, കുടുംബം പുലർത്തുവാൻ വേണ്ടി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഹാരം തേടി, ഇര തേടി, അന്വേഷിച്ച് രാത്രി മുഴുവൻ തിബിരിയോസ് കടൽക്കരയിൽ അരിഞ്ഞ മനുഷ്യനെ നോക്കി അവർക്കൊന്നും കിട്ടാതിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണമൊരുക്കി കരയിൽ കാത്തു നിൽക്കുന്ന കർത്താവ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കഴിഞ്ഞ കാലങ്ങൾ മുന്നേ അലഞ്ഞ് തിരിഞ്ഞതിന്റെ ജീവിതത്തിന് ഒന്നും കിട്ടാതെ തിബിരിയോസ് കടൽക്കരയിൽ അലഞ്ഞു തിരിയുന്ന, കടലിൽ അലഞ്ഞു തിരിയുന്ന പത്രോസിനെ പോലെ, കൂടെയുള്ളവരെ പോലെ നീ ആയിരിക്കുന്നെങ്കിൽ നീ നിന്റെ കണ്ണ് തുറന്നു നോക്ക്. കരയിൽ നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി നിൽക്കുന്നൊരു യേശുണ്ട്. നിന്റെ അകത്തെ കണ്ണുകൾ ദർശിക്കണം. അകത്തെ കണ്ണുകൾ ദർശിച്ചാൽ അവൻ നിന്റെ കുടുംബത്തെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അബ്രഹാമിനോട് പറഞ്ഞൊരു ദൈവമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയ ജാതിയാകുന്നതിന്റെ പേര് വലുതാക്കുമെന്ന്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ശോധനയെ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിന്റെ ശോധനയെ മാറ്റുവാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയങ്ങൾക്കൊരു മറുപടി നൽകുന്ന നിന്റെ തലമുറയ്ക്ക് ഒരു ഉയർച്ച തരുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു നന്മതിനും ജോലിക്കൊരു ഉയർച്ച തരുവാൻ, നിന്റെ ഭവനത്തിന്റെ സ്ഥിതികൾ മാറ്റുവാൻ, നിന്റെ ഞെരുക്കത്തെ മാറ്റുവാൻ വല നിറച്ചൊരു കർത്താവുണ്ട്. പത്രോസിന് വല നിറച്ചതുപോലെ നിന്നെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കാരം പഠിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അവരുടെ ജീവിതത്തിൽ തളർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, നീ അനാഥനായി പോകണ്ട, നീ നിരാശനായി പോകണ്ട, നീ മാനസികമായി തകരണ്ട. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ കരയിൽ കാത്തു നിൽക്കുന്നു. അവരിലേക്ക് നിന്നതുപോലെ യേശു നിന്നെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. രക്തം ജയം. ഇന്ന് പകരം അവന്റെ മുമ്പിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വരം വായിക്കുമ്പോൾ രാത്രി അറിഞ്ഞവർക്ക് ആഹാരം കൊടുക്കുന്നു. അവർ കർത്താവിനെ വിട്ടു പോയവരായിരുന്നിട്ടും അവരെ കരുതുന്ന കർത്താവ് അവർക്കായി ജീവിക്കുന്നു. അവർ യേശുവിനെ വിട്ടു പോയിട്ടും, ഹല്ലേലൂയ, അവർ യേശുവിനെ വിട്ടു പോയിട്ടും പഴയ തൊഴിലേക്ക് പോയിട്ടും അവരെ കാത്തു നിൽക്കുന്ന കർത്താവ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പിന്മാറ്റക്കാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസി പറയട്ടെ, നീ യേശുവിനെ വിട്ടു പോയാലും അവൻ നിന്നെ വിട്ടു പോകുന്നില്ല. അവൻ നിന്റെ മടങ്ങി വരവിനായി കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. നീ ഓരോ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പറഞ്ഞ് നീ ഒഴുകി പറഞ്ഞ് നീ യേശുവിനെ വിട്ടു പോയി എത്രയോ സമയങ്ങളുണ്ട്. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്ത എത്രയോ ആരാധനകളുണ്ട്. എത്രയോ പ്രാവശ്യം നീ ആരാധന മുടക്കി വീട്ടിൽ ഒരു രോഗമില്ലെങ്കിൽ രോഗമാണെന്ന് പറയും, ഒരു കാരണമില്ലെങ്കിൽ കള്ളം സഭയോട് പറഞ്ഞിട്ടുണ്ട്, വ്യാജം പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആരാധനയ്ക്ക് വരാൻ നീ ടൂറ് പോയിട്ടുണ്ട്, മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. എത്രയോ പ്രാർത്ഥന കൂടാതെ നിന്റെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പോയിട്ടുണ്ട്. സ്തോത്രം. ദൈവം ഇതെല്ലാം കാണുന്നു. സ്തോത്രം. ഒരിക്കലും എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റേ
സഭയിൽ ഒരു വിശ്വാസിയെ ഞാൻ ഇന്നടത്ത് വെച്ച് കണ്ടല്ലോ ഞായറാഴ്ച. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതൊക്കെ കാണും. കാരണം വിശ്വാസിയാണെന്ന് പുറമേയുള്ള പേരുള്ളൂ. വിശ്വാസിയാണെങ്കിൽ സഭയ്ക്കകത്ത് ഞായറാഴ്ച കാണും. വിശ്വാസിയല്ല പിന്മാറ്റത്തിലാണെങ്കിൽ അവരെയും വിശ്വാസി എന്ന് വിളിക്കുന്ന അവര് നിങ്ങൾ പറയുന്നത് കാണും. കാരണം അവന് നല്ലതൊന്നും ഈ ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ല. അത് ഈ പഴന്തുരി ബാക്കി ഒക്കെ തിന്നുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കതാ, നീ മാനസാന്തരപ്പെടണം. അപ്പം യേശുവും കൂട്ടരും പത്രോസിനെ വിട്ടു പോയിട്ടും അവരെ കളയാതെ തള്ളിക്കളയാതെ അവരെ കരയിൽ കാത്തു നിൽക്കുന്ന കർത്താവ്. എങ്ങനെയാണ് കാത്തു നിൽക്കുന്നത്? അവർക്ക് ഭക്ഷണത്തോടുകൂടി ഭക്ഷണമായിട്ടാണ് കാത്തു നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പുലർച്ചെ ആയപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു കരയിൽ നിന്നിരുന്നു. യേശു ശിഷ്യന്മാരുടെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഇന്നും യേശു ക്രിസ്തു എന്റെ കുഞ്ഞെ ഭക്ഷിക്കുന്നതിന് വല്ല ഉണ്ടോ എന്ന് നമ്മോടും ചോദിക്കുക. എന്ന് നമ്മോട് ചോദിക്കുക, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ആഹാരത്തിന് വക വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. വിശപ്പോട് കൂടെ നടന്നായിരുന്ന യേശുവിന് അത്തിമരം ഇലകളെ മാത്രം കാണിച്ചതല്ലാതെ ഫലങ്ങളെ കൊടുത്തില്ല. യേശുവിന് വിശന്നപ്പം യേശു അത്തിമരത്തിലേക്ക് നോക്കിയപ്പം അതിൽ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. യേശു അത്തി ശപിച്ചത് ഉണങ്ങിപ്പോയി. എന്നാൽ യേശുവിന് വിശന്നപ്പോൾ അത്തി ഫലം കൊടുക്കാതിരുന്നത് പോലെ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവർ രാത്രി കൊണ്ട് അധ്വാനിച്ചപ്പോൾ അവരെ വെറും കൈയോടെ വിടാതെ രാത്രിയിൽ അധ്വാനിക്കുന്ന ശിഷ്യന്മാരുടെ വിശപ്പകറ്റുവാൻ വേണ്ടി കരയിൽ തീക്കരമേൽ അപ്പവും മീനും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം. അപ്പൊ അത്തിയുടെ സ്വഭാവം കണക്ക് കൂട്ടി അല്ലേ? അത്തി എന്ന് പറഞ്ഞ യഹൂദനെ പറയുന്നത്. പല യഹൂദനും വലിയ അർത്ഥ കൈക്ക് ഉപ്പ് ചേർക്കുക എന്ന് പറഞ്ഞവരെ ഇന്ന് പല ദൈവമക്കളും ഉണ്ട് അങ്ങനെ കേട്ടോ. അർത്ഥ കൈക്ക് ഉപ്പ് ചേർക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യേശു എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേണ്ടുന്നതെല്ലാം കരുതി കാത്തു നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർ അല്ലെങ്കിൽ വെറും വലകളെയും കാണിച്ച് അതല്ലാതെ യേശുവിന്റെ വിശപ്പകറ്റുവാൻ ഒന്നും നൽകിയില്ല. കൂട്ടുവാൻ വലുതും ഉണ്ടോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോഴേ ശിഷ്യന്മാരോട് ചോദിച്ചു കൂട്ടുവാൻ വലുതുണ്ടോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവര് പടവ് കാണിച്ചു, വലയും കാണിച്ചു. ഒന്നുമില്ല കർത്താവ് എന്ന് പറയാം. യേശു അത്തിയെ നോക്കിയത് പോരാ. അത്തിയെ നോക്കിയപ്പോൾ അതിന് ഫലമൊന്നുമില്ല. യേശു പടകിനെ നോക്കി വലയെ നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. അവരും പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇന്നും പലരും അങ്ങനെ പോയി. ഇന്നത്തെ സഹായത്തിനുമൊക്കെ ആൾക്കാരുണ്ട്, എന്റെ മാസം ഈ ആഴ്ച പണിയൊന്നുമില്ലായിരുന്നു, ഒന്നും കിട്ടിയില്ല. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്തിട്ട് ആഴ്ചയിൽ 6 ദിവസം ഈ കാലത്ത് പണിയെടുത്ത 10,000 രൂപ കിട്ടും. 6,000 രൂപ പണി കിട്ടിയാൽ സഭയ്ക്ക് അങ്ങനെ 50 രൂപ പോലും കൊടുക്കാത്ത എത്ര കിട്ടും? ഒന്നിയാഴ്ച പണിയൊന്നും ഇല്ലായിരുന്നു പറയും. എനിക്കങ്ങനെ ചില കുടുംബങ്ങളെ വ്യക്തികളെ കയറി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മളങ്ങനെ പറയരുത്. ഒരു മാസന്മാർ നിങ്ങളുടെ പോക്കറ്റ് വന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് അപകരിച്ചെടുക്കത്തില്ല. നിങ്ങൾ ജോലി ചെയ്തത് എത്രയുണ്ടായിരുന്നു, എത്ര ദിവസം ജോലിക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇതൊരു കാണുമ്പോൾ ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷെ നിങ്ങൾ കള്ളം പറയരുത്. വ്യാജം പറയരുത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെട്ടിരിക്കുക. ഭാരത്തോടു കൂടി ഇരിക്കുമ്പോൾ വെളുപ്പിന് ഇതുപോലത്തെ രാമത്തിന് മെസ്സേജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു. ഞാൻ മെസ്സേജ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു സഹോദരി എനിക്ക് ഒരു 2,000 രൂപ അയച്ചിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. 2,000 രൂപ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരൊന്ന് മറുപടി ഇട്ട് നല്ല വാക്ക് ആ സഹോദരി എന്ത് ചെയ്ത് എനിക്ക് 3,000 രൂപ തന്നു. അപ്പോൾ ഒരു 5,000 രൂപ കണ്ടോ. ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചില ആളുകൾ അപ്പം ഞാൻ വളരെ കടുത്ത ജനകത്തോട് കടന്നു പോകുമ്പോഴാണ് ഓർത്തോണം, ചിലരെയൊക്കെ ദൈവശക്തമായിട്ട് അവരും ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കുടുംബങ്ങളെ ദൈവം മാനിക്കും. ദൈവത്തിന് വേണ്ടി കൊടുക്കാത്ത കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ പടകും വലയും ശിഷ്യന്മാർ യേശുവിനെ കാണിച്ചു. ഒന്നുമില്ല എന്തുപോലെ ആകരുത് സഹോദരി. ഇത് നമുക്കൊരു ഗുണപാഠമാണ്. പത്രോസും കൂടെയുള്ള പടവും വലയും കാണിച്ച് കൂട്ടുവാൻ വല്ലതുകൊണ്ട് ആഹാരത്തിന് വകലുണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പത്രോസിന്റെ പടകിനെയും വലയും നിറച്ചു ദൈവം മീൻ കൊടുത്തത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ നീ ഒരു അത്തിമരം പോലെ ആകാതെ ഒഴിഞ്ഞ പടവും ഒഴിഞ്ഞ വല പോലായി മാറാതെ നീ നിറഞ്ഞവനായിരിക്കണം. ഹല്ലേലൂയ. നീ നിറഞ്ഞവനായിരിക്കണമെന്ന് ഇതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കണക്കെടുന്നത് യേശു ആഹാരമായി അവരെ എതിരേൽക്കുന്നു.
അല്ലെ ആഹാരം കൊടുക്കുന്നു. അവർ കർത്താവിനെ വിട്ടു പോയവരായിരുന്നു. അവരെ അല്ലെ കരുതുന്ന കർത്താവ് അല്ലെ എത്ര ശ്രേഷ്ഠ. അവൻ ജീവിക്കുന്നു. പത്രോസിനെയും അല്ലെ ഒക്കെ കരുതി കർത്താവ് ഇന്നും ജീവിക്കുന്നതെന്ന്. നമ്മുടെ കർത്താവ് മരിച്ചു മൺമറഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ ഒരു പിടി മണ്ണായി മാറിയവനല്ല. അല്ലെലിയ ഇന്ന് പലരുടെ ചിന്ത യേശു മരിച്ചു മൺമറഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ മണ്ണായി മാറി നമ്മുടെ കൺമുമ്പിൽ നമുക്ക് മുമ്പേ കടന്നുപോരൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ യേശു അങ്ങനല്ല. യേശു മരിച്ച് കല്ലറയ്ക്കുള്ളിൽ മണ്ണായി മാറി ഒരു പിടി മണ്ണായി മാറാതെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണല്ലോ കടൽക്കരയിൽ ചെന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായത്. അല്ലേരിയ ആ കർത്താവ് 40 നാളുകൾ കഴിഞ്ഞ് ഉയർത്തി സ്വർഗാരോഹണം ചെയ്തു. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവമാ. സഹോദര എന്നെ കേൾക്കുന്ന യുവതി യുവാവി സ്നേഹിത, നീ ഏത് ജാതി മത വർഗത്തിൽ പിറന്നവനായിരുന്നാലും, നീ ഏത് സംസ്കാരത്തിലുള്ളവനായിരുന്നാലും, യേശു നിനക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്ന ദൈവം. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാ. അല്ലേരിയ അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ പദത്തിലേക്ക് മടങ്ങി വരാം. അല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തോടു കൂടി മനുഷ്യത്വം ഉറപ്പിക്കുന്ന ഒരു വലിയ സംഭവം. ക്രിസ്തുവിന്റെ ദൈവത്വത്തോടു കൂടി മനുഷ്യത്വവും. അല്ലേലൂയ. പിന്നെ അതിനകത്ത് ഒരു സംഭവമുണ്ട്. ഈ യേശു കനലിനെ ചുട്ട അപ്പവും മീനും വെച്ച് അവർക്ക് വേണ്ടി കരയിൽ കാത്തിരുന്നതിന്റെ കാരണം, നാം ഈ കാലഘട്ടത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരായിരിക്കണം. യേശു കരുതുന്നത് പോലെ ഒരു വിശ്വാസം, ഒരു ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരായിരിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, നമ്മൾ കർത്താവിനെ പോലെ, കർത്താവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പേ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന യേശു തന്നെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് അവർ ഗ്രഹിച്ചു. ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ജീവനോടുകൂടെ ഞങ്ങളോടുകൂടെ 3.5 വർഷം നടന്ന, 3.5 വർഷം ഞങ്ങളെ പോറ്റി പുലർത്തിയ, ഞങ്ങളെ നടത്തിയ, ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പത്രോസ് അടക്കമുള്ളവർക്ക് മനസ്സിലായി. അത് നിനക്കിന്നും കർത്താവിനെ മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? ഇന്ന് പലർക്കും യേശുവിനെ അറിയത്തില്ല. അതുകൊണ്ട് യേശു ആരാന്ന് പലരും ചോദിക്കുന്നത്. യേശു ആരാണെന്ന് നിനക്ക് അറിയില്ല. നീ യേശുവിനെ അറിയാൻ നീ ദൈവസഭയ്ക്ക് പോവാം. നിനക്ക് യേശുവിനെ കുറിച്ച് അറിയാം. അല്ല, നീ മാറി നിന്നിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് ഈ മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കുറിച്ച് നീ പറയാതെ നീ ദൈവസഭയിൽ പോവാം. നീ യേശുവിനെ കുറിച്ച് പഠിക്കുക. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു അവന്റെ ദൈവത്വത്തോടു കൂടെയുള്ള മനുഷ്യത്വം വെളിപ്പെടുത്തി. അവൻ ദൈവമായിരിക്കെ അവൻ മനുഷ്യനായ ദൈവമാണ്. ആ മനുഷ്യനായിരിക്കുന്ന ദൈവമായിരിക്കെ തന്നെ അവൻ പിതാവായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വേദനകളൊക്കെ അറിയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ആഹാരത്തിനായതെ ഇന്ന് കർത്താവ് ജീവിക്കും കൂട്ടുവാൻ. നീ മടങ്ങി വന്ന് യേശുവിന്റെ കെടുക്കുന്നെങ്കിൽ പത്രോസിന്റെ പടകിനെ വലിയ നിറച്ച കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ശൂന്യമായി പടകിനെ വലിയ നിറച്ചു കൊടുത്ത കർത്താവിന്റെ ദൈവമക്കൾ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ വളരെ കഷ്ടത പ്രയാസം ഞങ്ങളുടെ കടന്നു പോകുന്ന കർത്താവെ, അവിടെ ശൂന്യമായ ഞെരുക്കമായ ആ അനുഭവത്തെ മാറ്റി ഒരു വിശാലത കൊടുക്കണമേ. കർത്താവി ശിഷ്യന്മാർക്ക് അപ്പവും മീനുമായി കർത്താവി കാത്തുന്ന കർത്താവിനെ പോലെ ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ദൈവമേ, കർത്താവി ജനത്തെ അനുഗ്രഹിക്കുക. കേരളത്തിൽ രാജ്യമുള്ള സകല ജനത്തെയും അവിടെ അനുഗ്രഹിക്കണമേ. ഈ ജനമെല്ലാം മടങ്ങി വന്ന് യേശു ആരാൻ തിരിച്ചറിയുവാൻ ആ നിത്യജീവന്റെ അവകാശിയെ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളതിനെ തിരുവട്ടയാക്കണമേ. ദൈവങ്ങളെ ദൈവദാസന്മാരെ ഓർക്കുന്ന ഭൂമിയിൽ എല്ലാവരും വിട്ട് സമയത്ത് കൂട്ടായ്മകളെ ഓർക്കുകയാണ്. എല്ലാവരും അതിനെ അനുഗ്രഹിക്കണമേ. ഇസ്രായേലും ഇറാനും കർത്താവി അമേരിക്കയുടെ സകല യുദ്ധത്തിന്റെ ഒരു അറുതി വരുത്താണ്. സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവി, രക്തചൊരിച്ചില്ലാതെ ജീവഹാനിയില്ലാതെ കർത്താവി മിസൈൽ വർഷിക്കാതെ ബോംബുകളിടാതെ നിരപരാധികൾ മരിച്ചു വീഴാതെ രോഗസമാധാനത്തിനൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും നീതി വെളിപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.